ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഓല ഇലക്ട്രിക് സ്കൂട്ടർ ജനറേഷൻ 2 ഓല ജെൻ 2ൻ്റെ വിശേഷങ്ങളാണ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഇന്നേക്ക്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. ജൂലൈ 2-ാം തീയതി 7 മണിക്കാണ് ഞാൻ ഡെലിവറി എടുത്തത്. 6 മണി 7 മണി ആ സമയത്ത് മറ്റേ. അപ്പോൾ ഇന്നത്തെ 2 വർഷം, ഒരു വർഷമായി, 2 വർഷം, ഒരു വർഷമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു വർഷം ആയപ്പോഴുള്ള എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, പിന്നെ സർവീസിൻ്റെ ഇഷ്യൂ, എത്ര കിലോമീറ്റർ ഓടി, വേറെ എന്തെങ്കിലും എക്സ്പെൻസുകളായോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതാണ് മുതൽ. ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഒരു ഫാസ്റ്റ് ചാർജ് പോയിന്റിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് നോക്കാം. 27,493 കിലോമീറ്ററാണ് ഈ വണ്ടി ഇപ്പോൾ ഓടിയിരിക്കുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 93 കിലോമീറ്റർ ഓടി. ഫാസ്റ്റ് ചാർജിങ് ആണ്. ടെമ്പറേച്ചർ 39 ഡിഗ്രി അതിന് ബാറ്ററിയുടെ. പിന്നെ വണ്ടി പ്രശ്നങ്ങൾ കാര്യമായിട്ട് വേറെ ഇതൊന്നും ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് എൻ്റെ നിന്ന്. അപ്പം ഉണ്ടായ പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് വേറെ ഡാമേജുകൾ ഇത്രയും ഓടിയപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പിന്നെ ആകപ്പാടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഒന്ന് വീണപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ലിവർ. അത് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്തത് എന്താ സംഭവം എന്നറിയില്ല. റീപ്ലേസ് ചെയ്തതിൻ്റെ പെയിൻറ്റ് പോകുന്നുണ്ട്, ഇതിൻ്റെ പെയിൻറ്റ് പോയിട്ടില്ല. ഇതാണ് എന്താ സംഭവം എന്നല്ല. ഒറിജിനൽ സാധനം ഷോറൂമിൽ തന്നെയാണ് നമ്മൾ മാറ്റിയത്. എന്നിട്ടും ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ, ഫ്രണ്ട് ചെറുതായിട്ട് ടയർ ഇങ്ങനെ ചെത്തിപ്പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചെത്തിപ്പോകുന്നുണ്ട്. ബാക്ക് ഇപ്പോൾ പുതിയത് മാറ്റിയതാട്ടോ. ബാക്ക് മാറ്റി. ബാക്ക് ടയറിന് ഏകദേശം എനിക്ക് ലൈഫ് കിട്ടിയത് 26,000 കിലോമീറ്റർ കൃത്യം കിട്ടി. 26,000 കിലോമീറ്റർ ആവാൻ വേണ്ടി 5 കിലോമീറ്റർ മറ്റാണ് ബാലൻസ് ഉണ്ടായുള്ളൂ. അപ്പോൾ അത്രയും ലൈഫ് കിട്ടി. അതൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ടയർ പിന്നെ മാറ്റാം, പിന്നെ മാക്സിമം ഓടട്ടെ വിചാരിച്ചു. അവസാനം നൂല് കണ്ടു തുടങ്ങി. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ നൂല് കണ്ടു തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. കുറേ സ്ഥലത്ത് നൂല് കണ്ടു, അങ്ങനെ റീപ്ലേസ് ചെയ്തു. അതും ഷോറൂമിൽ കൊണ്ടുപോയിട്ടാണ് റീപ്ലേസ് ചെയ്തത്. ഷോറൂമുകാർ ടയർ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ് ചെയ്തത്. ഏകദേശം 1,800 സംതിങ് രൂപ മറ്റായി ബാക്ക് ടയർ. ഫിറ്റിംഗ് ചാർജ് കഴിഞ്ഞാൽ ഇതിൽ ഓല കെയർ പ്ലസ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടും നമ്മളത് പേയ്മെൻ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇത്ര രൂപയായി. അതിലൊരു 100 രൂപ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചില്ല, കാരണം എനിക്കത് അത്രയും അർജൻറ്റായിരുന്നു. പിന്നെ ഞാൻ എത്തിയപ്പോൾ ഷോറൂം ക്ലോസ് ചെയ്യണ സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയത്. അത് കാരണം പിന്നെ പിറ്റേ ദിവസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളും. കാരണം ഇവർ ഇത്രയും നൂല് കണ്ടപ്പോൾ എനിക്ക് പേടിയായി വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റി. 1,500-നും 1,600-നും ടയർ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് പറഞ്ഞു കേട്ടു. സർവീസ് സെൻറ്ററിൽ അന്ന് പറഞ്ഞ ടയർ എത്തിച്ചു കഴിഞ്ഞാൽ അവർ അത് റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇനി 26,000 1 ഇയർ ആകുമ്പോൾ തന്നെ വണ്ടിക്ക് ഏകദേശം 3 വട്ടമാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്. ആദ്യത്തെ ഒരു 10 ദിവസം ആകുമ്പോഴേക്കും മറ്റേ സ്ലീപ്പായി വണ്ടി ചാർജർ ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോൾ അത് ഡെഡായി. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് അത് സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ വണ്ടി ഏകദേശം 2 ദിവസം കടന്നു വീട്ടിൽ തന്നെ. പിന്നെയും ഒരു 15 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സെയിം ഇഷ്യൂ പിന്നെയും വന്നു. അപ്പോൾ പിന്നെ വണ്ടി സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏകദേശം 10 ദിവസത്തിന് മേലെ വണ്ടി വരുന്നു. BMSൻ്റെ എററായിരുന്നു, അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് തള്ളി വരുന്നുണ്ട്. അതിൻ്റെയാണ് കാണുന്നത്. ഇതൊരു ചെറിയൊരു ചാർജിങ് സ്റ്റേഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇഷ്യൂ വന്നത് പാലക്കാട് വെച്ചിട്ട് വണ്ടിയുടെ ഹാൻഡിൽ അൺലോക്ക് ആവാണ്ടിയായി. അൺലോക്ക് ചെയ്യണത് ചെറിയൊരു മോട്ടർ പോലെയാണ് സംഭവം. അത് ജാമായി, കംപ്ലൈൻ്റായി. അപ്പോൾ വണ്ടി ഈവനിങ് ആണ് ഇത് പ്രശ്നം വന്നത്. ഒരു 6 മണി 6:30 ആകുമ്പോൾ സർവീസ് സെൻ്റർ ക്ലോസ് ചെയ്തു. പിന്നെ പാലക്കാട് റൂം എടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം പെട്ടിവണ്ടിയിലാണ് എടുത്ത് കൊണ്ടുപോയത്. ഓലയുടെ കെയർ പ്ലസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അത് ബുക്ക് ചെയ്ത് RS ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ അപ്പോൾ ഡിലേ വരുമായിരുന്നു.
സർവീസ് സെൻ്ററിൽ വിളിച്ചപ്പോൾ ഒരു പീസ് ഉണ്ട് പറഞ്ഞു ആ സംഭവം. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്. ഇപ്പോൾ 26,000 ഓടിയപ്പോൾ എനിക്കൊരു 10 കിലോമീറ്ററിൻ്റെ ഒരു ഷോർട്ടേജ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇപ്പോൾ കുറച്ച് വർക്കിൻ്റെ ഒരു തിരക്കുണ്ട്, കഴിഞ്ഞിട്ട് വേണം സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുക്കാൻ. ഒരു 10 കിലോമീറ്ററിൻ്റെ ഒരു ഷോർട്ടേജ് കിട്ടും. അതെന്താ സംഭവം എന്നറിയില്ല, 10 കിലോമീറ്റർ ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വണ്ടി ഒരു 19 കിലോമീറ്റർ ബാലൻസ് ഉള്ള സമയത്ത്, റേഞ്ച് ഉള്ള സമയത്ത് എക്കോയിലേക്ക് മാറും. എക്കോയിലേക്ക് മാറിയ സമയത്ത് തന്നെ വണ്ടി ഓഫായിപ്പോയി. ചാർജ് ഇല്ല പറഞ്ഞ് 0-ലേക്കായി വണ്ടി, എന്നിട്ട് ഓഫായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയി. പിന്നെയും ഏകദേശം 1 കിലോമീറ്റർ ഓടിയിട്ട് സെയിം ഇഷ്യൂ പിന്നെ വന്നിട്ട് വണ്ടി ഓഫായി പോയിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് ഇനി എന്താ സംഭവങ്ങൾ നോക്കണം. ഇനി ഞാനിപ്പോൾ അന്ന് നല്ല മഴയുള്ളപ്പോൾ ഏകദേശം ഒരു വെള്ളത്തിൻ്റെ ഇതിൽ കൂടെ ഒക്കെ അത്യാവശ്യം വെള്ളം കയറിയ സ്ഥലത്ത് കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോം മൊത്തം മുങ്ങണ രീതിയിലുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആണോ എന്നും കൂടി നോക്കണം ഇഷ്യൂ. എന്തായാലും ഇത് റിപ്പീറ്റ് ഇനി വരികയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം. ബാറ്ററിക്ക് 80,000 കിലോമീറ്ററാണ് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫുൾ വാറണ്ടി വരുന്നത് 30,000 ഇപ്പോൾ നമുക്ക് 20 കിലോമീറ്റർ ആയല്ലോ. അപ്പോൾ പിന്നെ ബ്രേക്ക് പാഡ് മറ്റേ ഓല കെയർ പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ് നമുക്ക് ഫ്രീ ആണ്. അതുപോലെ ബെൽറ്റ് ഫ്രീ ആണ്. പിന്നെ ഉള്ളത് സർവീസ് ചാർജ് ഇല്ല. മാറ്റണ മെറ്റീരിയൽ പാർട്സിന് ഒരു 5% മറ്റേ ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൽ ആ ബാക്ക് ലിവർ, ബ്രേക്കിൻ്റെ ലിവർ ഡാമേജ് ആയപ്പോൾ 700 സംതിങ് രൂപയാണ് കൊടുത്തത്, നമ്മൾ പേ ചെയ്യേണ്ടി വന്നത്. പിന്നെ അതുപോലെ ഓലയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബുഷിൻ്റെ കാര്യം. ഈ ബുഷ് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഈ ബുഷ് ഇതിലൊക്കെ കവർ വരുന്നുണ്ട് ഇവിടെ, വീലിൻ്റെ ഈ ഒരു ബുഷുകൾ വരുന്നുണ്ട് ഇവിടെ. 3 ബുഷ് അല്ലെങ്കിൽ 2 ബുഷോ 3 ബുഷോ ഈ ബുഷ് പൊട്ടിപ്പോലുണ്ട്. ഈ ബുഷിന് ഇപ്പോൾ ഞാൻ പാലക്കാട് മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 12 രൂപ മറ്റേ വാങ്ങിച്ചു. അത് 12 രൂപ വാങ്ങിച്ചെന്നല്ല, ഇതിപ്പോൾ ഓലയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ സംഭവം പൊട്ടിപ്പോലും കേട്ടോ. തൃശ്ശൂർ മാറ്റിയപ്പോൾ അത് ചാർജൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് തോന്നുന്നു സർവീസിൽ. പേയ്മെൻറ്റ് മൊത്തം ഓൺലൈനാണ്, അല്ലാണ്ട് നമുക്ക് അവിടുത്തെ പ്രശ്നം ഡയറക്റ്റ് ഓൺലൈനായിട്ട് നമുക്ക് പേ ചെയ്യാം. പിന്നെ വേറെ സൗണ്ടുകൾ കാര്യങ്ങൾ പറഞ്ഞ് നല്ലൊരു കട്ടറിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ മഴയുള്ള സമയം നമ്മൾ അറിയില്ലല്ലോ. നല്ലൊരു കട്ടറിൽ വീണപ്പോൾ ഇവിടെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഇവിടെ ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഒന്ന് വിണ്ട് വന്ന പോലെയായിരുന്നു. അത് നമ്മൾ സർവീസ് സെൻ്ററിൽ പോയപ്പോൾ തന്നെ അവരൊക്കെ അത് ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെ ചെറിയ ഇഷ്യൂകളുണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറിൻ്റെ ലൈഫ് എനിക്ക് നല്ലോണം കിട്ടി. 26,000 കിലോമീറ്റർ ടയർ കിട്ടുക പറഞ്ഞാൽ അത് ഒരു ലക്ക് തന്നെയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ റൈഡിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഓക്കെ, അത് സിംഗിളായിട്ടാണ് പോകാറ്, അതുകൊണ്ടാവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ മഴയുള്ള സമയത്തും വെള്ളം ഇത്തരത്തോളം മുങ്ങിയിട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴെ മാത്രമാണ് ഒരു 20% അല്ലെങ്കിൽ 20 19 18 ആ റേഞ്ച് ഉള്ളപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് പോയത്. അതൊരു എന്തോ ഒരു പേടിയുള്ള സംഭവം തന്നെയാണ്. റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകണം. അപ്പോൾ വണ്ടി അവിടെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആവണത്. പിന്നെ വേറെ സർവീസിൻ്റെ ഇഷ്യൂ ഒന്നും ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ സർവീസ് സെൻ്ററിൽ പോയാൽ തന്നെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് മാത്രം സ്പെയർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമ്മൾ ബ്രേക്ക് പാഡ് ആയാലും ചിലപ്പോൾ സ്റ്റോക്ക് കുറവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി റണ്ണിങ് കൂടുതൽ ഓടിക്കുന്നവർ വേണമെങ്കിൽ കെയർ പ്ലസ് എടുക്കണമാവും നല്ലത്. കാരണം ബ്രേക്ക് പാഡിനൊക്കെ 2 കൂടി മാറ്റുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് പെട്ടെന്ന് മഴക്കാലത്ത് തേഞ്ഞു പോകും. ഇതിപ്പോൾ 26,000 ഇടുമ്പോൾ ആദ്യത്തെ എനിക്ക് 14,000 മറ്റാണ് തോന്നുന്നു ആദ്യത്തെ സെറ്റ് മാറ്റിയത്. ഇതിപ്പോൾ 2ാമത്തെ സെറ്റ് മാറ്റി. ആയതിനെക്കാട്ടും ലൈഫ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മാറ്റിയപ്പോൾ. ഇനി അറിയില്ല, ഇനി കുറച്ച് മാസം കൂടി ഉണ്ട് എനിക്ക് കെയർ പ്ലസ്. അത് കഴിഞ്ഞത് അപ്ഡേറ്റ് ചെയ്യണം. വേറെ വണ്ടിയിൽ നിന്ന് വേറെ നോയ്സോ കാര്യങ്ങളോ ഇതുവരെയായിട്ടും അങ്ങനെ കേട്ടിട്ടില്ല. ബെൽറ്റ് ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ബെൽറ്റിന് ഡാമേജ് ഉണ്ടെങ്കിലാണ് റീപ്ലേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ബെൽറ്റ് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് അവർ ടൈറ്റ് ചെയ്തു. ഇനി വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യായിരിക്കും. ഇതുവരെയായിട്ടും ഡാമേജ് വന്നിട്ടില്ല. പിന്നെന്താ, പിന്നെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പോവാം. ഇടയ്ക്ക് വേറെ കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഹാങ് ആവുന്നുണ്ട് കേട്ടോ. സ്ക്രീൻ ഒരു 2-3 വട്ടം ഹാങ് ആയി നിന്നു. സ്ക്രീൻ ഹാങ് ആയി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ ഹാങ് ആവും. അപ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഹോൺ അടിക്കും,
ഇൻഡിക്കേറ്റർ കിട്ടില്ല. പിന്നെന്താ പ്രശ്നം വരിക കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് ഹാങ് ആവും, ടച്ച് ഹാങ് ആവും. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 2-3 വട്ടം പാർക്കിംഗ് ഇഷ്യൂ വന്നിട്ട് മുകളിലേക്ക് പോയി. അത് വലിയ പ്രശ്നം തോന്നിയില്ല. മെയിനായിട്ട് ഹാങ് ആവലുണ്ട്. പിന്നെ അതുപോലെ സ്റ്റക്കായി നിൽക്കണ പോലെ വരും. അപ്പോൾ ഒന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ ഈ ഓട്ടോമാറ്റിക് ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ടേണിങ് കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തൊന്നും വർക്കാവണില്ല, ചില സമയത്തൊന്നും വർക്കാവില്ല. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. പിന്നെ വേറെ ഹാങ്ങിങ് ഇഷ്യൂ ഉണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. റേഞ്ച് ഇതുപോലെ ഇപ്പോൾ നോക്കിയപ്പോൾ 10 കിലോമീറ്റർ ഒരു ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. അതിന് ഓടിക്കേണ്ട ഇതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ സാധാരണ പോകുന്ന റൂട്ടൊക്കെ നോക്കിയിട്ട് എനിക്കൊരു 10 കിലോമീറ്ററിൻ്റെ ഡിഫറൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും സർവീസ് സെൻറ്ററിൽ പോകണം. വണ്ടി സ്മൂത്താണ്, സുഖമാണ്. ചളിയിൽ കൂടെ പോയാൽ മാത്രം, റോട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി നല്ലോണം തെന്നുന്നുണ്ട്. ഫ്രണ്ട് പെട്ടെന്ന് തെന്നി പോകും. അതുപോലെ ചളിയിൽ കൂടെ നല്ല ചളിയുള്ള റോഡൊക്കെ ആണെങ്കിൽ വണ്ടി നല്ലോണം വീല് കിടന്ന് തിരികെ ചെയ്യണം. വണ്ടി നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ടയറിൻ്റെ പ്രശ്നമാണോണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഓല ജനറേഷൻ 2ൻ്റെ വിശേഷങ്ങൾ. വണ്ടി വാങ്ങിയിട്ട് ഒരു കൊല്ലം 26 കിലോമീറ്റർ ഓടി. ഇതുവരെയായിട്ടും പ്രശ്നങ്ങളില്ല, ഇനിയും പ്രശ്നങ്ങളില്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങുമ്പോൾ അത്യാവശ്യം ഓട്ടമുള്ളവർ മാത്രം വണ്ടി എടുക്കുക. കാരണം അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മളത് ഓടി തീർക്കുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ കിട്ടുമെന്നും കൂടി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടറിയാം. എൻ്റെ ആദ്യ വണ്ടി കൊമാക്കിയായിരുന്നു, TN95 വലിയ നീളം കൂടിയ വണ്ടി. അത് ഏകദേശം 65,000 കിലോമീറ്റർ അത് ഓടി. അതിന് ഇത്രയും സ്റ്റക്കാവല് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകപ്പാടെ ചാർജ് ചെയ്ത് നിന്ന് പോവുക. വണ്ടി വഴിയിൽ ഒരിക്കലും നമുക്ക് പെട്ടിട്ടില്ല. ഇത് പിന്നെ ഇപ്പോഴാണ് എൻ്റെ വഴിയിൽ ഒരു വണ്ടി. പിന്നെ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ ഓലയുടെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഫാസ്റ്റ് ചാർജിങ് വളരെ കുറവാണ്. സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഷോറൂമുകളിൽ വെറും പ്ലഗ് പോയിൻറ്റുകളുണ്ടാവും. അല്ലാണ്ട് ഹൈപ്പർ ചാർജർ ഉള്ളത് മൊത്തം കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. അതെന്താ സംഭവം വരില്ല എന്നറിയില്ല. ആകപ്പാട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ ഈ സാധനമാണ്, ബോട്ടിൻ്റെ. ഇതിപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. അതിലിപ്പോൾ എൻ്റെ വണ്ടിയിൽ 100 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ചാർജർ സ്ലോ ആവും. അത് വരെ പ്രശ്നമില്ല. 100 കിലോമീറ്റർ മാത്രം ഫുൾ ഫാസ്റ്റ് ചാർജറാണ്. 1 മിനിറ്റിന് 1 കിലോമീറ്റർ വെച്ചിട്ടാണ് അത് ചാർജാണ്. ഈ മെഷീൻ എടുക്കുന്ന വാട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ 2300 വാട്ട്സൊക്കെയാണ് ഇതിലെടുക്കുന്നത്. അതിൻ്റെ മേലേക്ക് പോകണമെന്ന് അറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2300 വാട്ട്സാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിലത്തെ ചാർജർ, ഹോം ചാർജർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 750 വരെ, ചില സമയത്ത് 750 മേലെ പോകുന്നുണ്ട്. എന്നാലും 750 വരെയാണ് അതിലെ വാട്ട്സ്. അപ്പോൾ ഇതിലേക്ക് ആക്കുമ്പോഴാണെങ്കിൽ 1 മിനിറ്റിന് 1 കിലോമീറ്റർ വെച്ചിട്ട് ചാർജ് കയറും. വീട്ടിലത്തെ ആണെങ്കിൽ 1 കിലോമീറ്റർ കയറാൻ ഏകദേശം 2.5 മുതൽ 3 മിനിറ്റ് വരെ കാണിക്കും. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൽ 100 വരെ സൂപ്പറായിട്ട് കയറും, ഫാസ്റ്റ് കയറും. അത് കഴിഞ്ഞാൽ സ്ലോയിലാണ് വരുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ വരെ നമുക്കിത് ഓക്കെ ആക്കാം. ഇതിലിപ്പോൾ ഇതിൻ്റെ നമ്മുടെ താരിഫ് വരുന്നത് പെർ യൂണിറ്റിന് 31 മുതൽ 32, 33 അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. എന്നാലും ഒരു ആവറേജ് 31, 32 വരെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് പല സ്ഥലത്തുള്ള കാരണം കൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല, പെട്ടെന്ന് ചാർജ് ചെയ്ത്. എന്നാലും ചില സ്ഥലത്ത് ഉണ്ട്. പാലക്കാട് ടൗണിലൊന്നും ഈ സംഭവം ഇല്ല. ബാക്കി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓലയുടെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഇഷ്യൂ നമുക്ക് ഒരുവിധം പരിഹാരം ഉണ്ടാവാം. വണ്ടി ലോങ് എടുത്ത് പോകാം. ഏതൊരു സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഫാസ്റ്റ് ചാർജറുള്ള കാരണം നമുക്ക് കേരളം മൊത്തം നമുക്ക് അടിച്ചു പൊളിച്ച് പോകാം. എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്ത് പോകാം. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് നോക്കി വേണം പോകാം. കാരണം ഞാൻ സ്ലോ ചാർജ് ചെയ്ത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണത്. ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓലയുടെ വിശേഷങ്ങൾ. സ്വിച്ചും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല കേട്ടോ, അത് പറയാൻ പറ്റുമോ. സ്വിച്ച് കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും സ്വിച്ചിന് പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല വർക്കിംഗ് ആണ്. മ്യൂസിക് സിസ്റ്റം കുഴപ്പമില്ല. ഇടയ്ക്ക് ഇതുപോലെ ബ്ലൂടൂത്ത് ആപ്പ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. അത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അതുപോലെ ആപ്പിൽ ഇത് ചെയ്യാനൊക്കെ ഇടയ്ക്ക് ഹാങ് ആവുന്നുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് ടച്ചിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളം നല്ല കുറച്ചിട്ട് വേണം ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ ആപ്പ് നോക്കുമ്പോൾ ചിലപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരണം. അത് കഴിഞ്ഞിട്ട് അത് കണക്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും.
അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതൊരു പ്രശ്നമാണ് സംഭവം. ഇതൊക്കെയാണ് ഓരോടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.